എന്താണ് ക്ഷേത്രങ്ങളിലെ ഊരാള സമിതി? അതായത് ക്ഷേത്രങ്ങളുടെ കാര്യക്ഷമമായ നടത്തിപ്പിന് വേണ്ടിയാണ് ഊരാള സമിതികൾക്ക് രൂപം കൊടുത്തിരിക്കുന്നത്. ഇത്തരത്തിൽ ഓരോ ക്ഷേത്രങ്ങൾക്കും അവരുടെ ഭരണകാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോ ഊരാള സമിതി രൂപം നൽകിയിട്ടുണ്ട്. ആദ്യകാലത്ത് ഊരാള സമിതിയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുകയായിരുന്നു പതിവ്. ക്ഷേത്രങ്ങളിലെ പൂജകളുടെ എല്ലാം അധികാരികൾ എന്ന നിലയിൽ ആദ്യകാലത്തെ ബ്രാഹ്മണർ തന്നെയായിരുന്നു ഇത്തരം സമിതികളിലെ അംഗങ്ങൾ. സഭൈ പെരുമാൾ, സഭൈ ആര്യർ എന്നെല്ലാം പഴയ ശാസനങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഇത്തരം ഊരാള സമിതിയിലെ അംഗങ്ങളെ തന്നെയാണ്. ഊരാളന്മാരുടെ അവകാശങ്ങൾക്ക് ഊരാൺമ അവകാശം എന്നാണ് പറയുക. ഊരാള ദേവസ്വങ്ങൾ ഇന്നും നിലനിൽക്കുന്നുണ്ട്. അതായത് പെരുന്ന, കുമരനെല്ലൂർ, കിടങ്ങൂർ തുടങ്ങിയ പല പ്രധാന ക്ഷേത്രങ്ങളും ഇന്നും ഊരാൺമക്കാരുടേതാണ്. ക്ഷേത്രങ്ങളുടെ കാര്യക്ഷമത മുന്നിൽ നിർത്തിയിട്ട് ഇത്തരം ഊരാള സമിതിയിൽ നിന്നും 2 അംഗങ്ങളുള്ള ഒരു നിർവാഹക സമിതിയെ തിരഞ്ഞെടുത്തിരുന്നു. ഇത്തരം സമിതികൾ വാര്യം എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. വാര്യം എന്നാൽ കമ്മിറ്റി എന്നാണ് അർത്ഥമാക്കുന്നത്. അത്തിയറ പോറ്റിയുടെയും മുട്ടറ പോറ്റിയുടെയും വാര്യത്തിൽ എന്നിങ്ങനെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞു കാണുന്നത് ഇത്തരം വാര്യത്തെക്കുറിച്ചാണ്. ഇത്തരം വാര്യങ്ങളെല്ലാം തന്നെ ബ്രാഹ്മണ സഭകളുടെ കീഴിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. എന്നാൽ ചില ക്ഷേത്രങ്ങളിൽ വാര്യം ഉണ്ടായിരുന്നില്ല. ആ സ്ഥാനത്ത് പൊതുവാളും സമഞ്ജിതനുമായിരുന്നു ഉണ്ടായിരുന്നത്. ഊരാള സമിതിക്ക് വേണ്ടി ക്ഷേത്രത്തിലെ ഭരണകാര്യങ്ങൾ നോക്കി നടത്തുന്ന ആളാണ് സഭ പൊതുവാൾ. അതായത് സഭയുടെ പൊതുവായ ആള്, സെക്രട്ടറി എന്നൊക്കെ പറയാം. ക്ഷേത്രത്തിലെ വരവ് ചെലവ് കണക്കുകളെല്ലാം എഴുതി സൂക്ഷിക്കുകയും അന്നന്നത്തെ വരവ് ചെലവ് കണക്കുകളെല്ലാം ക്ഷേത്രത്തിൻ്റെ മുന്നിൽ നിന്ന് എല്ലാവരും കേൾക്കുന്ന രീതിയിൽ ഉച്ചത്തിൽ വിളിച്ചു പറയുകയും ചെയ്യുന്ന ആളാണ് സമഞ്ജിതൻ. ഇതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന ജോലിയും.